ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2021 GSA നടത്തിയിട്ടുള്ള ജിയോ കെമിസ്റ്റ് എന്ന പോസ്റ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. അതിൽ തന്നെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ആസിഡിക് മീഡിയം MnO4- കൺവേർട്ടഡ് ടു Mn2+, the quantity of electricity in Faraday required to reduce 0.2 mole of MnO4- to Mn2+ would be. അപ്പോൾ നമുക്കിതിനകത്ത് 0.2 മോൾ MnO4- Mn2+ ആയി റെഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെയുള്ള ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഫാരഡേയിൽ വേണം പറയാൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് MnO4- Mn2+ ആവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന എത്ര ഇലക്ട്രോൺസാണ്? MnO4- Mn2+ലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ഇലക്ട്രോൺസ് വേണം? ഇങ്ങനെയൊരു റിഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺസ് വേണം അല്ലേ? അപ്പോൾ നമുക്കറിയാം ഒരു മോൾ ഓഫ് ഇലക്ട്രോൺസ് ക്യാരി ചെയ്യുന്നത് 1 ഫാരഡേ ഓഫ് കറണ്ട് അല്ലേ, 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ക്യാരി ചെയ്യും? അതായത് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്ന 5 ഇലക്ട്രോൺസ് ആണ്. 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5 ഇലക്ട്രോൺസ് ആകുമ്പോഴത്തേക്കും 5 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി വരും. അപ്പോൾ ഇവിടെ 5 ഫാരഡേ ഓഫ് ഇലക്ട്രിസിറ്റി പറയുന്നത് 1 മോൾ ഓഫ് MnO4- കേസിലല്ലേ? അതായത് 1 മോൾ MnO4- 5 ഫാരഡേ വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 0.2 മോൾ ഓഫ് MnO4- ആണ്. അതിൻ്റെ റിഡക്ഷനിൽ ഇൻവോൾവ് ആവുന്ന ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ 1 മോളിന് 5 ഫാരഡേ ആകുമ്പോൾ 0.2 മോൾ ആകുമ്പോഴത്തേക്കും 5 ഫാരഡേ ഇൻറ്റു 0.2, അപ്പോൾ നമുക്ക് 1 ഫാരഡേന്ന് കിട്ടും. ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What will be the correct order of mobility of the following ions in the aqueous solution at 298 Kelvin? അപ്പോൾ നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് കുറച്ച് അയോൺസ് തന്നിട്ടുണ്ട്. അതിൻ്റെ അക്വസ് സൊല്യൂഷനിൽ ഇടുമ്പോൾ അതിൻ്റെ മൊബിലിറ്റിയുടെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ ഉള്ള കേസാണ് ഈ പറയുന്നത്. 298 Kelvin. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന അയോൺസ് ഏതൊക്കെയാണ്? ക്ലോറിൻ, ഫ്ലൂറിൻ, സൾഫേറ്റ്, ബ്രോമിൻ. ഇത്രയും അയോൺസാണ് തന്നിരിക്കുന്നത്. അപ്പം ഇതിനെ നമ്മൾ അയണിക് സൈസിൻ്റെ ഒരു ഓർഡറിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും സൈസ് കൂടുതലുള്ളത് സൾഫേറ്റിനായിരിക്കുമല്ലോ. അത് കഴിഞ്ഞ് ബ്രോമൈഡ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡിനാണ് ഏറ്റവും സൈസ് കുറവ്. ഇനി ഇതിനെ നമ്മൾ അക്വ സൊല്യൂഷനിൽ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സൈസ്, എഫക്റ്റീവ് റേഡിയസ് എന്ന് പറയുന്നത് മാറും. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ അയോൺ, അതായത് നമ്മൾ അയോണിക് സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ അയോൺ ഫ്ലൂറൈഡ് അല്ലേ? ഫ്ലൂറൈഡാണ് നല്ല സൈസ് കുറവാണ്. അപ്പോൾ നല്ല സൈസ് കുറവായതുകൊണ്ട് തന്നെ അവർക്ക് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ ഈ ചാർജ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്, ചെറിയ അയോൺ ആയതുകൊണ്ട് നല്ല ചാർജ് ഡെൻസിറ്റി ആയിരിക്കും. ഈ ചാർജ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് ഇവർ അക്വ സൊല്യൂഷനിലിടുമ്പോൾ അവിടെ അക്വ സൊല്യൂഷനിൽ വാട്ടർ മോളിക്യൂൾസ് കാണുമല്ലോ. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂൾസിനെ എല്ലാം അട്രാക്റ്റ് ചെയ്ത് നിർത്തും. അപ്പോൾ ഇഷ്ടംപോലെ വാട്ടർ മോളിക്യൂൾ ഈ ഫ്ലൂറൈഡ് അയണിന് ചുറ്റും കാണും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് അക്വ സൊല്യൂഷനിലിടുമ്പോൾ ഫ്ലൂറൈഡിൻ്റെ എഫക്റ്റീവ് റേഡിയസ് കൂടുതലായിരിക്കും. എന്നാൽ സൾഫേറ്റിൻ്റെ കേസ് നോക്കി, സൾഫേറ്റ് ആകുമ്പോൾ നമ്മളല്ലാതെ നോർമലി അയണിക് സൈസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൾഫേറ്റിൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ ഇതിന് അത്രത്തോളം ചാർജ് ഡെൻസിറ്റി ഇല്ല, ചാർജ് ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്ലൂറൈഡിനെ പോലെ കുറേ വാട്ടർ മോളിക്യൂൾസിനെയൊന്നും അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരുത്തത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എഫക്റ്റീവ് റേഡിയസിൽ ഈ അക്വ സൊല്യൂഷനിൽ ഇടുമ്പോൾ ഒരു വലിയ ചേഞ്ച് വരുന്നില്ല. ലാർജ് സൈസായിട്ടുള്ള അയോൺസിന് വലിയ ചേഞ്ച് വരത്തില്ല. എന്നാൽ സ്മോൾ സൈസിനുള്ളതിനാണ് ഇങ്ങനൊരു ചേഞ്ച്. അതായത് അക്വ സൊല്യൂഷനിൽ ഇടുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് ചേഞ്ച് ആവുന്നത് നല്ല സ്മോളർ സൈസായിട്ടുള്ള അയോൺസിനായിരിക്കും. അപ്പോൾ ഇവിടെ സ്മോളർ സൈസായിട്ടുള്ള അയോണാണ് ഫ്ലൂറൈഡ്. ഫ്ലൂറൈഡ് അക്വ സൊല്യൂഷനിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ എഫക്റ്റീവ് റേഡിയസ് എന്ന് പറയുന്നത് കൂടും. അതുകൊണ്ട് തന്നെ അക്വ സൊല്യൂഷൻ്റെ കേസിൽ സൈസിൻ്റെ ഓർഡർ തിരിച്ചു വരും. ഇതിന് നേരെ റിവേഴ്സായിട്ട്, അതായത് ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, സൾഫേറ്റ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അയോൺസിൻ്റെ കേസിൽ അക്വ സൊല്യൂഷൻ ആകുമ്പോൾ അയോൺസിൻ്റെ ഒരു സൈസിൻ്റെ ഓർഡർ നമ്മൾ എഴുതി. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? കറക്റ്റ് ഓർഡർ ഓഫ് മൊബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം മൊബിലിറ്റിയും സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് മൊബിലിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ സൈസ് കുറവായിരിക്കും, അല്ലെങ്കിൽ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ മൊബിലിറ്റി കുറവായിരിക്കും. എങ്ങനെ വേണം നമുക്ക് തിരിച്ചും പറയാം. അപ്പോൾ ഇത്രയും കാര്യം ഓർത്തിരിക്കുക. മൊബിലിറ്റി എന്ന് പറയുന്നത് സൈസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈസിനനുസരിച്ച് അക്വ സൊല്യൂഷനിലിടുമ്പോൾ സൈസിനനുസരിച്ച് അയോൺസിനെ നമ്മൾ എഴുതി കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ദാറ്റ് മീൻസ് ഇത് റിവേഴ്സ് ചെയ്തിടുക. സൾഫേറ്റിനായിരിക്കും ഏറ്റവും കൂടുതൽ മൊബിലിറ്റി അക്വ സൊല്യൂഷനിൽ. അത് കഴിഞ്ഞ് ബ്രോമൈഡ്, ക്ലോറൈഡ്, ഫ്ലൂറൈഡ്.
അപ്പോൾ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഓക്കെ ആണല്ലോ. Next question, the value of log gamma plus or minus in D/Huckel limiting law for a 0.01 molar KCl solution in water at 25 degrees Celsius is. അപ്പോൾ ഇവിടെ ഗാമ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്നത് മീൻ അയണിക് ആക്ടിവിറ്റി കോഎഫിഷ്യൻ്റ് ആണ്. അപ്പം നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത് D/Huckel ലിമിറ്റിംഗ് ലോയിൽ ഗാമ പ്ലസ് ഓർ മൈനസിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് D/Huckel ലിമിറ്റിംഗ് ലോ എന്ന് നമുക്ക് നോക്കാം. D/Huckel ലിമിറ്റിംഗ് ലോ ആണ് ഈ കൊടുത്തിരിക്കുന്ന ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് ഈസ് ഈക്വൽ ടു -a(z+z-√i). ഇതിനകത്ത് എ എന്ന് പറയുന്നത് D/Huckel കോൺസ്റ്റൻ്റ് ആണ്. D/Huckel കോൺസ്റ്റൻറ്റ് ഇത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, അതായത് 25 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടറിൻ്റെ കേസിലാവുമ്പോൾ D/Huckel കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ, അതായത് എ എന്ന് പറയുന്നത് 0.509 എന്ന് വരും. ഇനി ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് വാലൻസി ഓഫ് കാറ്റയോൺ ആണ്, ഇസഡ് മൈനസ് എന്ന് പറയുന്ന വാലൻസി ഓഫ് ആനയോൺ, ആൻഡ് ഐ ഈസ് ദ അയണിക് സ്ട്രെങ്ത്. അയണിക് സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ അത് കാണാനുള്ള ഇക്വേഷനാണ് I is equal to half sigma CI ZI², അതായത് സബ്മിഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഇൻറ്റു ആ അയോണിൻ്റെ വാലൻസിയുടെ സ്ക്വയർ, അതിൻ്റെ ഹാഫാണ് അയണിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യമാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരുന്നത്. അതായത് D/Huckel ലിമിറ്റിംഗ് ലോ എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ, ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസ് ഈസ് ഈക്വൽ ടു -a (z+z-√i). ഇതിനകത്ത് ഓരോ ടേംസും അറിയുക. നോർമലി നമുക്ക് സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വാട്ടറിൻ്റെ കേസ് ആയിരിക്കും, സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ എയുടെ വാല്യൂ 0.509 എന്ന് എടുക്കാം. പിന്നെ ഇസഡ് പ്ലസും ഇസഡ് മൈനസും നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എന്താണോ അയോണിൻ്റെ വാലൻസി വരുന്നത് അതെടുക്കുക. ഐ നമുക്ക് തന്നിരിക്കുന്നത് ഡേറ്റ വെച്ചിട്ട് അയണിക് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് 0.01 മോളാർ KCl സൊല്യൂഷനാണ്. അപ്പം നമുക്കറിയാം KCl സൊല്യൂഷൻ 0.01 മോളാർ KCl സൊല്യൂഷനിൽ KCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? K പ്ലസും Cl മൈനസും ആണ്. അപ്പോൾ 0.01 മോളാർ ആയതുകൊണ്ട് ഓരോന്നും അതൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ലേ. സോ രണ്ടിനും ഒരേ K പ്ലസും Cl മൈനസും ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. രണ്ടിനും 0.01 മോളാർ തന്നെ ആയിരിക്കും. ഇനി അയണിക് സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് CI ZI² സബ്മേഷൻ അതിൻ്റെ ഹാഫ് ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് K പ്ലസിനെ നോക്കാം. K പ്ലസ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.01 അല്ലേ. 0.01 ഇൻറ്റു അതിൻ്റെ വാലൻസി, കാറ്റയോണിൻ്റെ വാലൻസി എന്തുവാ? +1 അല്ലേ. സോ 1² പ്ലസ് അടുത്തത് ആനയോണിൻ്റെ കേസ് നോക്കുകയാണ്. ആനയോണിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.01 മോളാലാണ്. സോ 0.01 ഇൻറ്റു ആനയോണിൻ്റെ ചാർജിൻ്റെ, അതായത് വാലൻസി ഓഫ് ആനയോൺ എന്ന് പറയുന്നത് 1 അല്ലേ. അപ്പോൾ ഇൻറ്റു 1². അപ്പോൾ ടോട്ടൽ നമുക്കിതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.01. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്നും ഐ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മതി, കാരണം വാട്ടർ ആണെന്നിവിടെ പറയുന്നുണ്ട്. വാട്ടർ അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 0.509 വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലോഗ് ഗാമ പ്ലസ് ഓ മൈനസ് ഇസ് ഈക്വൽ ടു -a (z+z-√i). ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -0.509 ഇൻറ്റു 1 ഇൻറ്റു, അതായത് മോഡുലസ് വേണം എടുക്കാൻ. Z+z- മോഡുലസ് ആണ് നമ്മൾ എടുക്കുക. അപ്പോൾ 1 ഇൻറ്റു 1 ഇൻറ്റു √i. √iയുടെ വാല്യൂ നമ്മൾ, അതായത് ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. സോ √i എന്ന് വെച്ചാൽ √0.01. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫൈനലി നമുക്ക് ലോഗ് ഗാമ പ്ലസ് ഓർ മൈനസിൻ്റെ വാല്യൂ -0.0509 എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, specific conductance of a decimolar solution of KCl at 18 degrees Celsius is 1.12 Siemens meter raised to -1. The resistance of a conductivity cell containing the solution at the same temperature was found to be 55 ohm. What is the cell constant? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനകത്ത് സെൽ കോൺസ്റ്റൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്ന കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതായത് ഡെസിമോളാർ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? 10⁻⁻1 മോളാറാണ് ഡെസിമോളാർ എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നിരിക്കുന്നത്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആണ് 1.12 Siemens meter raised to -1. അപ്പോൾ സ്പെസിഫിക് കണ്ടക്റ്റൻസ് തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്ന ഡേറ്റ എന്താ? റെസിസ്റ്റൻസ്, അതായത് 55 ഓം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവാ? സെൽ കോൺസ്റ്റൻറ്റ്. അപ്പം നമുക്ക് ഇവിടെ വേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കണ്ടക്റ്റൻസ്.
ഇതാണ് മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ. ഇത് വെച്ച് ഇതിനെ റിലേറ്റ് ചെയ്ത് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ മെയിനായിട്ട് ഇത് ഓർത്തിരിക്കുക. സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കണ്ടക്റ്റൻസ് ആണ്. സ്പെസിഫിക് കണ്ടക്റ്റൻസിനെ നമ്മൾ കെ എന്ന് ഡിനോട്ട് ചെയ്യും, സെൽ കോൺസ്റ്റൻറ്റിനെ നമ്മൾ എൽ ബൈ എ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് കണ്ടക്റ്റൻസ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ നമ്മൾ കണ്ടക്റ്റൻസ് ജി ആണ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ റെസിസ്റ്റൻസ് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് 1/r എന്ന് തന്നെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ കെ ഇസ് ഈക്വൽ ടു എൽ ബൈ എ ഇൻറ്റു 1/r. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു സെൽ കോൺസ്റ്റൻറ്റ് ഇൻറ്റു കണ്ടക്റ്റൻസ് എന്നത് നമ്മൾ എഴുതിയത്. കെ ഈസ് ഈക്വൽ ടു എൽ ബൈ എ ഇൻറ്റു 1/r. നമുക്കിനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എൽ ബൈ എ ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൽ ബൈ എ എന്ന് പറയുന്നത് കെ ഇൻറ്റു ആർ എന്ന് എഴുതാമല്ലോ. അതായത് സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഇൻറ്റു റെസിസ്റ്റൻസ് ആണ് ഈ സെൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ വാല്യൂസ് എഴുതുക. അതായത് കെയുടെ വാല്യൂ സ്പെസിഫിക് കണ്ടക്റ്റൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1.12 സീമെൻ മീറ്റർ റേസ് ടു -1. അതൊക്കെ. ഇനി റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 55 ഓം ആണ്, അതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 61.6 മീറ്റർ റേസ് ടു -1 എന്ന് വരും. ഇനി അതായത് ഇവിടെ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ യൂണിറ്റ്സ്. അപ്പോൾ സീമൻ എന്ന് പറയുന്നത് എന്താ? സീമൻ എന്ന് വെച്ചാൽ ഓം റേസ് ടു -1 അല്ലേ. അപ്പം ഓം റേസ് ടു -1ഉം ഓമും കൂടെ ക്യാൻസൽ ചെയ്ത് പോയില്ലേ. ബാക്കിയുള്ളത് മീറ്ററാണ്, മീറ്റർ റേസ് ടു -1 ആണ്. അപ്പോൾ 61.6 മീറ്റർ റേസ് ടു -1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. എന്നാൽ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോൾ എല്ലാം കൊടുത്തിരിക്കുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ്. അപ്പോൾ നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്യണം? ഈ മീറ്ററിനെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലോട്ട്, മീറ്റർ ഇൻവേഴ്സിനെ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് മീൻസ് ഇൻറ്റു 10⁻⁻² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 0.616 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അവർ ഓപ്ഷൻ ഇസ് എ. ഓക്കെ ആണല്ലോ. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.